So let's continue with the properties of discrete time Fourier series. So the next property is convolution property. So if the discrete time Fourier series of x of n is x of k and y of n is y of k, then z of n which is equal to x of n convolution y of n whose discrete time Fourier series is equal to n into x of k into y of k. ഇവിടെ ഈ n എന്നുള്ള ടേം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ബാക്കി എല്ലാ കേസിലും ഇതിന് മുന്നേ പഠിച്ച ട്രാൻസ്ഫോംസിലൊക്കെ നമ്മൾ എക്സ് ഓഫ് എന്നിൻ്റെയും എക്സ് ഓഫ് വൈ ഓഫ് എന്നിൻ്റെ അല്ലെങ്കിൽ എക്സ് ഓഫ് ടിയുടെയും വൈ ഓഫ് ടിയുടെയും ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമ്മൾ കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതെങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഓഫ് കെ ഇൻറ്റു വൈ ഓഫ് കെ അല്ലെങ്കിൽ എക്സ് ഓഫ് എസ് ഇൻറ്റു വൈ ഓഫ് എസ് അങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്? എൻ എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കാര്യം കൂടെ ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ ഹാവ് സെയിം ടൈം പീരീഡ് എൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺവല്യൂഷനിലേക്ക് പോവാം. സെഡ് ഓഫ് കെ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സെഡ് ഓഫ് എൻ ആണ് നമ്മുടെ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സെഡ് ഓഫ് കെ which is equal to 1/n sigma z of n e raised to minus jk omega 0 n. Z of n is equal to x of n convolution y of n. Okay. Now x of n convolution y of n ന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് ഓഫ് നമ്മൾ സാധാരണ എച്ച് എന്നോ കെ എന്നോ ഏതെങ്കിലും എടുക്കും. ഇവിടെ കെ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഉള്ളത് കാരണം ഞാൻ വേറൊരു വേരിയബിൾ എടുക്കുകയാണ്. എക്സ് ഓഫ് എൽ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് എൽ, അല്ലെങ്കിൽ നമുക്ക് എക്സ് ഓഫ് കെ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് കെ എന്ന് എടുക്കായിരുന്നു. കെ ഈസ് എക്സിസ്റ്റിംഗ് ഹിയർ ഓൾസോ. സോ എക്സ് ഓഫ് എൽ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് എൽ. സോ ഈ കൺവല്യൂഷന് മാത്രം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കാണ് സിഗ്മ എൽ എക്സ് ഓഫ് എൽ വൈ ഓഫ് എൻ മൈനസ് എൽ. ഇനി നമ്മളെല്ലാ കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടിയിലും ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതും? 1/n. ഇവിടെ നോക്കിയേ, ഈ എക്സ് ഓഫ് എൽ എന്ന് പറയുന്ന ടേം എല്ലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, എന്നിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സിഗ്മ എൽ എക്സ് ഓഫ് എല്ലിനെ ഇങ്ങോട്ട് എടുത്തു. ദെൻ സിഗ്മ എൻ വൈ ഓഫ് എൻ മൈനസ് എൽ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൻ. ഈ രണ്ട് ടേമിലും എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ആദ്യം സം ചെയ്തു. ദെൻ ടേം ഹാവിങ് എൽ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ എനിക്ക് റീപ്ലേസ് ചെയ്യണം അല്ലേ, എൻ മൈനസ് എല്ലിനെ. അപ്പോൾ ഞാനതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എൻ മൈനസ് എൽ ഈസ് ഈക്വൽ ടു എം. അപ്പോൾ എന്ത് ചെയ്യണം? എൻ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എം എന്ന് വരും. ഇവിടെ എനിക്ക് എൻ മൈനസ് എല്ലിനെ ഞാൻ എം എന്ന് റീപ്ലേസ് ചെയ്തു. എന്നിനെ എങ്ങനെ റീപ്ലേസ് ചെയ്തു? എം പ്ലസ് എൽ. വേറെ എൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം എന്താ? എൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷിഫ്റ്റ് മാത്രമാണ്. അത് 2 or 3 ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. സോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എം ഓൾസോ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ എന്നിനെ ഞാൻ എന്തെന്ന് കൊടുക്കും? എം എന്നായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ 1/n സിഗ്മ എൽ എക്സ് ഓഫ് എൽ ഇൻറ്റു സിഗ്മ എം വൈ ഓഫ് എം ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0. എന്നിന് പകരം എന്താ കൊടുത്തേക്കുന്നത്? എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എൽ പ്ലസ് എം. അതുകൊണ്ടാണ് ഇവിടെ എമ്മും ഇവിടെ എല്ലും എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ടേംസ് അത്രയും ശരിക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. 1/n സിഗ്മ എൽ എക്സ് ഓഫ് എൽ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൽ സിഗ്മ എം വൈ ഓഫ് എം ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൽ. ഈ ടേമിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇവിടെ വേരിയബിളായിട്ടുള്ളത് എൽ മാത്രമേ ഉള്ളൂ. എൽ എവിടെയാണ് വരുന്നത്? ഈ ഒരു സമ്മേഷനകത്താണ് വരുന്നത്. അപ്പം ഞാൻ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നോക്കിയേ, എക്സ് ഓഫ് എൽ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൽ ഫോർ എൽ ലിമിറ്റ് എൽ. സിമിലർലി വൈ ഓഫ് എം ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എം. ഇവിടെ എം ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസ് ഓഫ് x and discrete time Fourier series y. So 1/n into അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1/n into ഇനി ഇവിടെ എക്സ് ഓഫ് കെ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ് ഓഫ് കെയുടെ ഫൊറിയർ സീരീസ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 1/n സിഗ്മ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൻ അല്ലേ. 1/n എന്നൊരു ടേം അവിടെ വേണം. അപ്പോൾ ഇവിടെ നോക്കിയേ,
ഈ ടേം എഴുതുവാണെങ്കിൽ 1/n സിഗ്മ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എന്നെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഇത്രയും ടേമിന് എനിക്ക് എന്തെന്ന് എഴുതാം? എക്സ് ഓഫ് കെ. പക്ഷേ ഇവിടെ എഴുതുമ്പോഴോ ഇവിടെ എന്ത് വേണമായിരുന്നു? ഒരു 1/n എനിക്കിവിടെ വേണമായിരുന്നു, അതെനിക്കിവിടെ ഇല്ല. അപ്പോൾ എനിക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇത്രയും ടേമിന് ഞാൻ എക്സ് ഓഫ് കെ എന്ന് എഴുതി. ഈ ടേമിന് എനിക്ക് വൈ ഓഫ് കെ എന്ന് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ടേമിന് എനിക്ക് എങ്ങനെ എഴുതാം? ഈ എന്നിന് ഇങ്ങോട്ട്, ഇതിപ്പം വൈ ആന്ന് ഓർത്തോ, സിഗ്മ വൈ ഓഫ് എം ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എം എന്ന് എനിക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു വൈ ഓഫ് കെ അല്ലേ. സോ എൻ ഇൻറ്റു വൈ ഓഫ് കെ. സോ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഓഫ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് ഓഫ് കെ ഇൻറ്റു വൈ ഓഫ് കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. ഈ 1/n അങ്ങനെ തന്നെ വെച്ചിട്ട് ഇത്രയും ടേമിന് എന്തെന്ന് എഴുതി? എൻ ഇൻറ്റു എക്സ് ഓഫ് കെ. ഇത്രയും ടേമല്ലേ ഇവിടെ ഉള്ളൂ. സോ എൻ ഇൻറ്റു എക്സ് ഓഫ് കെ. ഇത്രയും ടേമിന് എന്തെന്ന് എഴുതി? എൻ ഇൻറ്റു വൈ ഓഫ് കെ. എന്നിട്ട് ഇതിങ്ങനെ ക്യാൻസൽ ചെയ്തു. അതെങ്ങനെയാണെങ്കിലും ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് പ്രോപ്പർട്ടി, മോഡുലേഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് കൺവല്യൂഷനാണ്. സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? ടൈം ഡൊമൈനിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഓഫ് എൻ ഇൻറ്റു വൈ ഓഫ് എൻ ആൻഡ് ഇറ്റ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ കൺവല്യൂഷൻ വൈ ഓഫ് കെ. അപ്പോൾ എന്ത് ചെയ്തു? ടൈം ഡൊമൈനിൽ കൺവല്യൂഷൻ ചെയ്താൽ ഫ്രീക്വൻസി ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷനാണ്. ടൈം ഡൊമൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താണെന്നാണ് പറയുന്നത്? കൺവല്യൂഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. സോ സെഡ് ഓഫ് കെ ഈസ് ഈക്വൽ ടു 1/n സിഗ്മ, എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഓഫ് എൻ ഇൻറ്റു വൈ ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൻ ആണല്ലോ. സോ ഇവിടെ ഞാൻ ഈ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ടേമിന് അതിൻ്റെ ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻ്റിൻ്റെ ടേമിൽ എഴുതി. ഏതൊരു സിഗ്നൽ എക്സ് ഓഫ് എൻ വിത്ത് പീരിയഡ് ക്യാപിറ്റൽ എന്നിനെ എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എൽ എക്സ് ഓഫ് എൽ. ഇവിടെ ഞാൻ കെ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാത്തത്, ഇവിടെ ഓൾറെഡി കെ ഉണ്ട്. നമ്മൾ നോർമലി എങ്ങനെ എഴുതുന്നത്? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സിഗ്മ കെ എക്സ് ഓഫ് കെ ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു ജെ കെ ഒമേഗ 0 എന്നാണ് എഴുതുന്നത്. ഇവിടെ അങ്ങനെ എഴുതാത്തതിൻ്റെ റീസൺ ഓൾറെഡി ഇവിടെ കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ടേം കൊടുത്തു എന്നേ ഉള്ളൂ. സിഗ്മ എൽ എക്സ് ഓഫ് എൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ എക്സ് ഓഫ് എന്നിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്കിങ്ങനെ പ്രോഡക്റ്റ്, അതായത് മോഡുലേഷൻ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യേണ്ടിയപ്പോൾ എക്സ് ഓഫ് എൻ ഇൻറ്റു വൈ ഓഫ് എൻ എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരു ടേമിനെ മാത്രം എന്ത് ചെയ്യുക? ഫൊറിയർ സീരീസിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കെ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അങ്ങനെ കൊടുക്കരുത്. ഇവിടെ കെ ഓൾറെഡി ഉണ്ട്. ഇനി എന്ത് ചെയ്യുവാണ്? ഈ രണ്ട് ടേംസിൽ നിന്നും ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് രണ്ട് എക്സ്പോണൻഷ്യൽ ടേംസ് ആണല്ലോ. സോ 1/n സിഗ്മ എൽ എക്സ് ഓഫ് എൽ. ഒരു കാര്യം ഓർക്കുക, ഇതെന്താണ്? ഫൊറിയർ സീരീസ് ആണ്. ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസ് ഓഫ് എക്സ് ഓഫ് എൻ ആണിത്. സോ എക്സ് ഓഫ് എൽ സിഗ്മ എൻ വൈ ഓഫ് എൻ, ദിസ് ഇസ് ടൈം ഡൊമൈൻ സിഗ്നൽ വൈ ഓഫ് എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 എൻ കെ മൈനസ് എൽ. ഞാൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 0 എന്നാണ് പുറത്തേക്ക് എടുത്തത്. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു 1/n സിഗ്മ എൽ എക്സ് ഓഫ് എൽ. ഇത്രയും ടേം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഇതിവിടെ ഇപ്പോൾ എന്താ എഴുതിയേക്കുന്നത്? സിഗ്മ വൈ ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 ഇൻറ്റു എൻ. നമ്മൾ നോർമലി വൈ ഓഫ് കെയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? വൈ ഓഫ് കെ ഈസ് ഈക്വൽ ടു 1/n സിഗ്മ വൈ ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എൻ അല്ലേ. ഇനി ഇവിടെ ഇതാണെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ 0 എന്നാണെങ്കിൽ വൈ ഓഫ് കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വൈ ഓഫ് കെ മൈനസ് എൽ അപ്പം എന്തായിരിക്കും? 1/n സിഗ്മ വൈ ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ മൈനസ് എൽ ഇൻറ്റു ഒമേഗ 0 എൻ. ഇവിടെ കെ ആണെങ്കിൽ ഇവിടെ വൈ ഓഫ് കെ, ഇവിടെ കെ മൈനസ് എൽ ആണെങ്കിൽ ഇവിടെ വൈ ഓഫ് കെ മൈനസ് എൽ. സോ 1/n ഇൻറ്റു സിഗ്മ വൈ ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ മൈനസ് ജെ കെ മൈനസ് എൽ ഇൻറ്റു ഒമേഗ 0 എന്നെ എനിക്ക് എങ്ങനെ എഴുതാം? വൈ ഓഫ് കെ മൈനസ് എൽ അല്ലേ. സോ സിഗ്മ എൽ എക്സ് ഓഫ് എൽ ഇൻറ്റു വൈ ഓഫ് കെ മൈനസ് എൽ എന്ന് ഞാനതിനെ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്തിൻ്റെ ഇക്വേഷനാണ്?
കൺവല്യൂഷൻ ഓഫ് ടു സിഗ്നൽസ് അല്ലേ. ഇപ്പം രണ്ട് ടേം ഉണ്ട്, എക്സ് ഓഫ് കെ വൈ ഓഫ് കെ. ഇതിൻ്റെ കൺവല്യൂഷൻ ഞാൻ എങ്ങനെ എഴുതും? വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എൽ എക്സ് ഓഫ് എൽ വൈ ഓഫ് കെ മൈനസ് എൽ. നമ്മൾ നോർമലി എഴുതുമ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ എന്നാണ് എഴുതുന്നത്. അപ്പോൾ എന്ത് എഴുതും? സിഗ്മ കെ എക്സ് ഓഫ് കെ വൈ ഓഫ് എൻ മൈനസ് കെ എന്ന് എഴുതും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി എക്സ് ഓഫ് കെ ഇൻറ്റു വൈ ഓഫ് കെ ആയത് കാരണം എന്ത് എഴുതി? സിഗ്മ എൽ എക്സ് ഓഫ് എൽ വൈ ഓഫ് കെ മൈനസ് എൽ. ഇക്വേഷൻ സെയിം ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ ഇൻറ്റു വൈ ഓഫ് കെ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ ഈ പ്രൂഫിനകത്ത് എന്താ ചെയ്തത്? എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്ന എക്സ് ഓഫ് എൻ ഇൻറ്റു വൈ ഓഫ് എന്നിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസാണ്. എക്സ് ഓഫ് എന്നിന് മാത്രം ഞാൻ എന്ത് ചെയ്തു? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങ് കൊടുത്തു. എന്തെന്ന്? സിഗ്മ എക്സ് ഓഫ് കെ, കെ കൊടുത്തില്ല, എൽ എന്നാണ് കൊടുത്തത്. കെ ഇവിടെ ഓൾറെഡി ഉള്ളത് കാരണം ഇ റേസ് ടു ജെ കെ ജെ എൽ ഒമേഗ 0 എൻ. എന്നിട്ട് അതിനൊന്ന് രണ്ട് എക്സ്പൊണൻഷ്യൽ ടേമിൽ നിന്നും കോമൺ ആയിട്ട് എടുത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. ഓക്കെ.